ഗൈസ്, നിങ്ങൾ നറൂട്ടോയും നറൂട്ടോ ഷിപ്പുഡനും കണ്ടവരായിരിക്കും. എന്നാൽ എത്ര പേർ നറൂട്ടോ SD കണ്ടിട്ടുണ്ട്? ഒട്ടുമിക്ക കൂട്ടുകാരും ഈ ഒരു നറൂട്ടോ SD കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു നറൂട്ടോ SD ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സീരീസ് മുഴുവനായും കോമഡി ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കണ്ടിരിക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിന്റെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ നറൂട്ടോ അല്ല, നമ്മുടെ റോക്ക് ലീ ആണ്. ഓക്കെ, ഞാൻ കൂടുതലായൊന്നും വലിച്ചു നീട്ടുന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ലീഫ് വില്ലേജ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി പെണ്ണിനെ 3 പേർ ചേർന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ആ 3 പേരും പറയും, നിന്റെ കയ്യിലുള്ള പണം നമുക്ക് തന്നോ, നീ കാശ് തന്നില്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല. അപ്പോഴാണ് ഞാൻ എത്തിപ്പോയി എന്ന് പറഞ്ഞ് നമ്മുടെ റോക്ക് ലീ ഇവിടേക്ക് വരുന്നത്. റോക്ക് ലീ വന്ന ഉടൻ തന്നെ പറയും, എനിക്കൊരു ഇൻട്രോഡക്ഷന്റെ ആവശ്യമില്ല, കാരണം ഞാൻ അത്രയും ഫേമസ് ആണ്. ഞാൻ എൻ്റെ പേര് അധികം ആരോടും പറയാറുമില്ല. എനിക്ക് ടഫ് കൊടുത്ത് ഫൈറ്റ് ചെയ്യുന്നവരോട് മാത്രമേ ഞാൻ എൻ്റെ പേര് പറയാറുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് എൻ്റെ പേര് പറയാമെന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് ഞാനാണ് റോക്ക് ലീ എന്ന് പറയുന്നു. അങ്ങനെ റോക്ക് ലീയുടെ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായ ജനങ്ങളൊക്കെ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെയൊക്കെ കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങും. ലീ പറയും, നിങ്ങൾ ആ ചെറിയ കുട്ടിയെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അങ്ങനെ ഇത് കേട്ട ആ 3 കള്ളന്മാരാണെങ്കിൽ, ഡേയ് ചെറുക്ക, നിനക്കിതുമായി ഒരു ബന്ധവുമില്ല, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ റോക്ക് ലീ, ഓ, അപ്പോൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇല്ല അല്ലേ, ഇനി എൻ്റെ കൈ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിപ്പോകും. അങ്ങനെ ഓടിപ്പോകുമ്പോഴതാ മുന്നിലൊരു ഡോഗ് കാര്യം സാധിച്ചു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓടുന്ന സമയത്ത് റോക്ക് ലീ അതിൽ ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൽ നിന്ന് മാറി ബാലൻസ് പോയി ആ കള്ളന്മാരുടെ ട്രൗസർ തന്നെ അങ്ങ് ഊരും. അതായത് ഓടുന്ന സമയത്ത് അബദ്ധത്തിൽ ബാലൻസ് പോയി അതങ്ങ് ഊരിപ്പോയി. അങ്ങനെ ആ 3 കള്ളന്മാരും നമ്മളുടെ മാനം കളഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്പോട്ടിൽ ഓടിക്കളയുന്നു. എന്നാൽ ഇത് കാണുന്ന നമ്മുടെ ജനങ്ങളാണെങ്കിൽ, ആ നിഞ്ച കൊള്ളാമല്ലോ, കള്ളന്മാരുമായി ഫൈറ്റ് ചെയ്യാതെ തന്നെ അവർ ഓടിച്ചു കളഞ്ഞു. അങ്ങനെ നിരത്തി വീണ ലീ ആണെങ്കിൽ എഴുന്നേറ്റ് കുട്ടിയോട് പറയും, അടി കൂടുന്നത് പഴയ സ്റ്റൈലാണ്, എന്നാൽ ഇത് എൻ്റെ പുതിയ സ്റ്റൈലാണ്. അങ്ങനെ നമ്മുടെ കുട്ടി പെണ്ണാണെങ്കിൽ റോക്ക് ലീയുടെ ആ ഒരു വാക്കുകളിലൊക്കെ ഹാപ്പി ആയി നിൽക്കുന്നു. അങ്ങനെ ലീ പറയും, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ആരും കഷ്ടപ്പെടില്ല, അവസാനം വരെ എല്ലാവരും രക്ഷിക്കും എന്നും പറഞ്ഞ് നമ്മുടെ റോക്ക് ലീ ആ പെണ്ണിന്റെ കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴതാ പെട്ടെന്ന് അവിടെ നമ്മുടെ ടെൻഡൻ വന്നു ലീയെ ഒരൊറ്റടി. നമ്മുടെ ലീ ആണെങ്കിൽ തെറിച്ച് പറന്നു പോയി ഒരു മതിലിൽ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാകും. കൂടാതെ നമ്മുടെ നെജിയോ അവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ടെൻഡൻ പറയും, നമ്മൾ 3 പേരും ഒരു ടീമാണ്, നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്, നീ ഇനിയും ഒറ്റയ്ക്ക് ഇതുപോലെ ഹീറോ ആകാൻ പോയാൽ നിന്നെ അടിച്ച് സൂപ്പാക്കുമെന്നും പറയുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് ആ ഒരു കുട്ടിപ്പെണ്ണ് ഇവരോട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. എൻ്റെ ഫാദർ കുറച്ച് പേരിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടുണ്ട്, പിന്നീട് അതെനിക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ആ 3 കള്ളന്മാരും ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ലീ ആണെങ്കിൽ, എന്തായാലും അവർ ചെയ്തത് വലിയ തെറ്റാണ്, കാശിന് വേണ്ടി ഒരു കുട്ടിപ്പെണ്ണിനെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തുന്നോ, അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഇത് കേട്ട് ടെൻഡൻ ആണെങ്കിൽ പിന്നെയും ലീയെ ഒരു അടിയടിക്കുന്നു. എനിക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ സാക്കുറയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ കുട്ടി പിന്നെയും പറയും, എൻ്റെ ഫാദർ പൈസയൊക്കെ കറക്റ്റായി തിരിച്ചു കൊടുത്തതാണ്, എന്നാൽ ഇപ്പോൾ അവർ 10 മടങ്ങായി തിരിച്ച് പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലാണെങ്കിൽ അത്രയും പൈസയില്ല, എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ അവർ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മുഴുവനായും മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ വില്ലേജിൽ വന്ന് നിഞ്ചകളെ കൂട്ടി അവരെ വിരട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാൽ അതിനിടയിൽ അവർ വന്നപ്പോൾ ലീ ആണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെയും ആ കുട്ടിയാണെങ്കിൽ ലീയോട് ചോദിക്കും, ലീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ലീ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മാസ് അടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇത് കേട്ട് ടെൻഡൻ പറയും, ഡേയ്, നീ നിന്റെ ഇഷ്ടത്തിന് പോകാനാണോ വിചാരിക്കുന്നത്, നമുക്ക് ഓൾറെഡി ഒരു മിഷൻ ഉണ്ട്, അത് നീ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ, ആരാണ് ആപത്തിലുള്ളത് അവരെ രക്ഷിച്ച് സേഫ് ആക്കുന്നതാണ് എന്റെ ലക്ഷ്യം, അതിന്റെ മുകളിൽ ഒരു മിഷനും വരില്ല. അപ്പോൾ വീഴും ഒരടി, റോക്ക് ലീ പിന്നെയും തെറിച്ചു പോകുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 പേരും ആ ഒരു കുട്ടി പെണ്ണിന്റെ കൂടെ പോവുകയാണ്. ഇവിടെ നമ്മുടെ റോക്ക് ലീ ആണെങ്കിൽ തലകുത്തിയാണ് നടക്കുന്നത്. ഈ ഒരു തലകുത്തി നടത്തം ലീയുടെ ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ 3 പേരും നടന്നു പോകുമ്പോഴതാ ദൂരെയായി ആ ഒരു കുട്ടിയുടെ വീട് കാണും. അപ്പോൾ തന്നെ ലീ ആണെങ്കിൽ, എനിക്ക് അർജന്റായി ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഓടി വീടിന്റെ അടുത്ത് എത്താൻ പോകുമ്പോഴതാ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടെ ഒരു പട്ടിക്കാഷ്ടം ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ റോക്ക് ലീ സഡൻ ബ്രേക്ക് ഇട്ട് തെറിച്ച് വീണ് ആ ഒരു വീടിന്റെ ഡോറ് പൊളിച്ച് അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട്
നമ്മുടെ ടെൻഡനാണെങ്കിൽ നിഞ്ചയുടെ മാനം കളയുമല്ലോ എന്ന രീതിയിൽ തലക്ക് കൈവെക്കുന്നുണ്ടാകും. അങ്ങനെ 3 പേരും ആ ഒരു കുട്ടിയുടെ വീടിനകത്ത് കയറുന്നു. ഈ സമയത്ത് റോക്ക്ലി ആണെങ്കിൽ അതേ പോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീ ചോദിക്കും, വീട്ടിലൊരൊറ്റ സാധനം കാണാനില്ലല്ലോ, എല്ലാം അടിച്ചുകൊണ്ട് പോയല്ലേ അവർ? അങ്ങനെ ആ കുട്ടി പറയും, അതെ, അവർ എല്ലാം അടിച്ചുകൊണ്ട് പോയി. എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീ മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ലീ പറയും, എനിക്ക് ടീ ഒന്നും വേണ്ട, ഞാൻ ടീ കുടിക്കാറില്ല. അപ്പോൾ തന്നെ നെജിയും പറയും, അതെ, എനിക്കും ടീ ഇഷ്ടമല്ല, ഗ്രീൻ ടീ ആണെങ്കിൽ പിന്നെയും ഒന്ന് നോക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ പിന്നെയും ദേഷ്യം വരും. അങ്ങനെ ഇത് പറയുന്നതിനിടയിലാണ് ആ ഒരു പെണ്ണ്, നിങ്ങൾ നിഞ്ചകളല്ലേ, നിങ്ങൾക്ക് നിഞ്ചിറ്റ്സു ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ തന്നെ ലീ പറയും, എനിക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ ആ ഒരു കുട്ടി പെണ്ണിന് ദേഷ്യം വരാൻ വേണ്ടി തുടങ്ങും. എന്ത്, നിങ്ങൾക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ലേ? നിങ്ങൾ നിഞ്ചകളല്ലേ? അപ്പോൾ ഇത് കേട്ട് ലീ പറയും, ഞാൻ നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാത്ത ഒരു നിഞ്ചയാണ്. അങ്ങനെ ആ കുട്ടി പെണ്ണ് പറയും, ഇങ്ങനെയുള്ള സമയത്ത് നിഞ്ചകൾ നിഞ്ചിറ്റ്സു യൂസ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ പിന്നെയും നമ്മുടെ റോക്ക്ലി പറയും, നീ പറയുന്നത് ശരിയാണ്, എന്നാൽ എനിക്ക് നിഞ്ചിറ്റ്സുവിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തന്നെ ആ ഒരു കുട്ടിപ്പെണ്ണിന്റെ മുഖഭാവങ്ങളൊക്കെ മാറി, ഇതിനപ്പുറം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയാത്തവർ നിഞ്ചകളല്ല, നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയാത്തവർ സാധാരണ മനുഷ്യരാണ്, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ലീ ആണെങ്കിൽ സ്റ്റൈലായി അവളോട് പറയും, ഞാൻ നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിപ്പെണ്ണാണെങ്കിൽ ചായപാത്രം എടുത്ത് ഒരൊറ്റ അടി, സീരിയസ് ആയി സംസാരിക്കുമ്പോൾ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നും പറഞ്ഞ് 3 പേരെയും വീട്ടിന് പുറത്താക്കുന്നു. ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ ഒന്ന് സെഡായി പോയി. ടെൻഡൻ പറയും, അവൾ നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്, ഇനി അവളോട് ഒന്നും പറഞ്ഞാൽ അവൾ കേൾക്കില്ല, നമുക്ക് ഇവിടെ നിന്നും പോകാം, അതാണ് നല്ലത് എന്നും പറയുന്നു. ഈ സമയം നമ്മുടെ കുട്ടിപ്പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിന്ന് കരയുകയാണ്. ഈ സമയം വീടിന് പുറകിലായി ആരോ തട്ടുന്നുണ്ടാകും. ഈ സമയം കുട്ടിപ്പെണ്ണാണെങ്കിൽ നിങ്ങൾ പോയില്ലേ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് നോക്കുമ്പോഴതാ ആ കുട്ടിപ്പെണ്ണിനെ ഓടിച്ച 3 കള്ളന്മാരില്ലേ, അവർ മുന്നിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ ആ 3 കള്ളന്മാരും പറയും, ഓ, ആ നിഞ്ചകളൊക്കെ പോയി, കൂടാതെ ഇത്തവണ എന്റെ ബോസും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവരുടെ ബോസിനെ കാണിക്കും. ബോസ് ആണെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ച് വൂൾവറിനെ പോലെ പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോഴതാ ദൂരെ നിന്നൊരു ശബ്ദം, അവളെ വിടടാ എന്ന് പറഞ്ഞ് നമ്മുടെ റോക്ക്ലി ആണെങ്കിൽ സ്റ്റൈലിൽ ഇവിടെ വരുന്നു. കാശ് ചോദിച്ച് ആ പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ നമ്മുടെ റോക്ക്ലി പറയാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ കുട്ടി പെണ്ണ് പറയും, നിനക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ, ഇവിടെ നിന്ന് വേഗം ഓടിപ്പോയിക്കോ എന്ന് പറയുന്നു. അപ്പോഴാണ് ആ കള്ളന്മാർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ റോക്ക്ലിക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കി ആ 3 കള്ളന്മാരും, ഓ, എന്നാൽ പിന്നെ നിന്നെ ഇപ്പോൾ തന്നെ തീർക്കാമെന്ന് പറഞ്ഞ് റോക്ക്ലിയുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ റോക്ക്ലിയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. റോക്ക്ലി ആണെങ്കിൽ 3 പേരെയും ഓരോ പോസ് കൊടുത്ത് അവരെ ഡിഫീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ കള്ളന്മാരുടെ ബോസ് ഇല്ലേ, ബോസ് തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ ബോസ് പറയും, അവരൊക്കെ ഈസി ആയിട്ട് നിനക്ക് അടിച്ചിടാൻ കഴിയും, എന്നാൽ നിനക്ക് എന്നെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഒരു കള്ളന്മാരുടെ ബോസ് ആണെങ്കിൽ ലീയെ അടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ ഇത് കാണുന്ന കുട്ടിപ്പെണ്ണ് പറയും, നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയാതെ നിനക്ക് അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴതാ പെട്ടെന്ന് ആ കുട്ടിപ്പെണ്ണിന്റെ പുറകിലായി നമ്മുടെ നെജി വന്നിട്ട് പറയും, നീ പറയുന്നത് പോലെ അല്ല. അപ്പോൾ തന്നെ ടെൻഡനും നമ്മുടെ കുട്ടിപ്പെണ്ണിന്റെ പുറകിൽ വന്ന്, ലീക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ അവൻ ടൈജുട്സുവിൽ ഒരു കില്ലാടിയാണ്, അവന്റെ വിൽ പവർ അവനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല, ഏതറ്റം വരെ പോകും. അങ്ങനെ ഈ സമയം ഇവരുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീ ആണെങ്കിൽ ബോസിനെ അടിക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ പെട്ടെന്ന് ബാലൻസ് പോയി സ്ലിപ്പായി ഉരുണ്ടുപോയി മുൻപ് നടന്നതുപോലെ തന്നെ ആ ഒരു ബോസിന്റെ പാന്റ് അഴിക്കുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ബോസും കള്ളന്മാരും അവിടെ നിന്ന് ഓടിക്കളയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ലീ പറയും, എനിക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാതെ ഞാനൊരു നിഞ്ചിയായിട്ട് മാറും, അതാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടിപ്പെണ്ണാണെങ്കിൽ കണ്ണൊക്കെ തുടച്ച് സോറി എന്ന് പറഞ്ഞ് ലീയുടെ അടുത്തേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. ലീയും തിരിച്ച് ആ കുട്ടിപ്പെണ്ണിനെ ഹഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴതാ നേരത്തെ പറഞ്ഞ ആ ഒരു പട്ടിക്കാഷ്ടമില്ലേ, അതിലേക്ക് പിന്നെയും നമ്മുടെ ലീ ചവിട്ടാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി തെറിച്ച് ആ കുട്ടിപ്പെണ്ണിന്റെ ട്രൗസർ അങ്ങ് ഊരും. ലീയുടെ മാനവും പോവും. ആ ഒരു ദേഷ്യത്തിൽ കുട്ടിപ്പെണ്ണാണെങ്കിൽ അവനൊരു അടിയും കൊടുക്കുന്നു. അങ്ങനെ അവസാനം ഒരു ശബ്ദം കേൾക്കും, ലീയുടെ യാത്ര ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. അതോടുകൂടി ഈ ഒരു എപ്പിസോഡിന്റെ പാർട്ട് 1 അവസാനിക്കുന്നു. ഗൈസ്, ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇനി സ്റ്റോറിയൊക്കെ നല്ല കിടിലനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായി പിന്നെ വരാം.